Hey, hello, welcome back to another video. Bajaj Pulsar 125 in the carbon edition. The latest ആയിട്ട് വന്നിട്ടുള്ള കാർബൺ എഡിഷൻ ആണ് നമ്മുടെ ഇതിലുള്ള മോഡൽ. അപ്പോൾ ഈ ഒരു മോഡൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ള ആ ഒരു ടിപ്പിക്കൽ പൾസറിൻ്റെ ഡിസൈൻ തന്നെയാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. ഒരു കാലത്ത് യൂത്തിനിടയിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൾസർ സീരീസ് തന്നെയാണ്. സോ ആ ഒരു സെയിം ഡിസൈൻ കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദ ഓൾഡ് ഡിസൈൻ തന്നെയാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡൽ നൽകിയിട്ടുണ്ട്. വിത്ത് 125cc എഞ്ചിനോടുകൂടി തന്നെയാണ് ഈ ഡിസൈൻ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ആയിരുന്നു നോക്കിയാലോ. ലെറ്റ്സ് ഗോ. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡിസൈൻ വൈസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ പ്രീവിയസ്ലി കണ്ടുവരുന്ന ആ ഒരു ടിപ്പിക്കൽ പൾസറിൻ്റെ ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ്. ഇപ്പോൾ ഒരു ഓവറോൾ ഡിസൈൻ നോക്കുവാണെങ്കിൽ യാതൊരുവിധ ചേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ആ ഒരു ഹെഡ്ലൈറ്റ് പോർഷൻ ആണെങ്കിലും അതുപോലെ ടാങ്ക് പോർഷൻ, നമുക്ക് റയർ പോർഷൻ കാര്യങ്ങളും ഈ എല്ലാം നമ്മൾ ആ ഒരു കണ്ടുവരുന്ന ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള പൾസറിൻ്റെ സെയിം ഡിസൈൻ തന്നെയാണ്. യാതൊരുവിധ ചേഞ്ച് കാര്യങ്ങളൊന്നും ഡിസൈൻ ഇല്ല. ഓക്കെ, ഇപ്പോൾ ഫ്രണ്ട് പോർഷനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട് പോർഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു മോഡലൊരു ഹാരിജൻ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ 2 DRLs കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പോർഷനായിട്ട് നൽകിയിട്ടുണ്ട്. സോ നമ്മൾ പ്രീവിയസ്ലി കണ്ടുവരുന്ന ആ ഒരു ടിപ്പിക്കലായിട്ടുള്ളൊരു ഹെഡ്ലൈറ്റ് പോർഷൻ കാര്യങ്ങളാണ്. യാതൊരുവിധ ഡിസൈൻ ചേഞ്ചോ കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല. പിന്നെ നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിലും ഹാരിജൻ തന്നെയാണ് നൽകിയിട്ടുള്ളത്, ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങൾ. സോ ഫ്രണ്ട് പോർഷനിലെ ആ ഒരു ഹെഡ്ലൈറ്റ് പോർഷനിലും ഇൻഡിക്കേറ്റർ പോർഷനിലും യാതൊരുവിധ ചേഞ്ച് കാര്യങ്ങളോ ഇല്ല. ഈവൻ നമ്മുടെ ആ ഒരു ഹെഡ് പോർഷൻ ഫുള്ളായിട്ടും സെയിം ഡിസൈൻ തന്നെയാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി റയർ പോർഷനിലോട്ട് ഞാൻ പറയുകയാണെങ്കിലും നമ്മളിത് ആ ഒരു കണ്ടുവരുന്ന സെയിം രീതിയിലുള്ളൊരു LED ടെയിൽ കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. പിന്നെ നമ്മളത് ആ ഒരു ഹാലിജൻ ഇൻഡിക്കേറ്റർ കാര്യങ്ങളും ടെയിൽ ടെഡി കാര്യങ്ങളൊന്നും യാതൊരുവിധ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ ഡിസൈൻ വൈസും അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് ടെയിൽ പോർഷൻ ഇൻഡിക്കേറ്റർ പോർഷൻ നോക്കുകയാണെങ്കിലും യാതൊരുവിധ ചേഞ്ചോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ 125 എന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു കാർബൺ ഫൈബറിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇത് ഈ ഒരു പോർഷനിൽ കാർബൺ ഫൈബർ കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ഈ ഒരു പോർഷനിൽ പിന്നെ ടാങ്ക് പോർഷൻ്റെ ആയിട്ട് ഇവിടെ വന്നിട്ടുള്ള സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മുടെ ഫ്രണ്ടിലെ മഡ് ഗാർഡ് കാര്യങ്ങളിലാണ് ചേഞ്ച് ചെയ്യുന്നത്. ഈ ഒരു പോർഷൻ ഫുള്ളായിട്ടൊരു കാർബൺ ഫൈബർ രീതിയിലാണുള്ള ഡിസൈൻ കാര്യങ്ങൾ നൽകിയിട്ടുള്ളത്. സോ അതാണ് ഈ ഒരു മോഡലിൽ മെയിനായിട്ട് കാർബൺ ഫൈബർ എന്നുള്ള രീതിയിൽ അഡ്രസ്സ് ചെയ്യാനുള്ള മെയിൻ കാരണം. അതർവൈസ് നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ കാര്യങ്ങളും അതുപോലെ തന്നെ ആ ഒരു ഹാലിജനായിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ് പോർഷൻ കാര്യങ്ങൾ ഓവറോൾ സെയിം ഡിസൈൻ തന്നെയാണ്. ഓക്കെ, അപ്പം എന്നത്തെ പോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലെ ബ്രേക്ക് കാര്യങ്ങൾ നോക്കാം. ഫ്രണ്ട് ബ്രേക്ക് കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു മോഡലിൽ നമുക്ക് ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ നൽകിയിട്ടുള്ളത്. അത് നമുക്ക് അത്യാവശ്യം നല്ല അഗ്രസീവ് തന്നെയാണ്, മോശമെന്ന് പറയാനില്ല. ബട്ട് അത്യാവശ്യം നല്ല ബ്രേക്കിങ് കാര്യങ്ങളൊക്കെ ഫ്രണ്ട് ബ്രേക്ക് നൽകുന്നുണ്ട്. പിന്നെ റയർ പോർഷനിലോട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് റയർ പോർഷനിൽ നൽകിയിട്ടുള്ളത് ഡ്രം ബ്രേക്ക് കാര്യങ്ങളാണ്. ജസ്റ്റ് ഒരു ആവറേജ് രീതിയിലുള്ള ഒരു ബ്രേക്കിംഗ് കാര്യങ്ങളാണ് എക്സ്പെക്റ്റ് ചെയ്യാമുള്ളൂ. അതിന് മുകളിലോട്ടുള്ള ഒരു മാർഗ ഒരു ബ്രേക്കിംഗ് കാര്യങ്ങളൊന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. ഒരു ആവറേജ് രീതിയിലുള്ള ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അത്രയ്ക്ക് എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ രീതിയിലുള്ളൊരു ബ്രേക്കിംഗ് കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ നല്ലൊരു 70 ഒരു 80 ആ റേഞ്ചിൽ പോയിട്ട് സഡൻ ബ്രേക്ക് കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ റയർ ബ്രേക്ക് ഉറപ്പായിട്ടും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ നിൽക്കുകയില്ല. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് കാര്യങ്ങളാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്രേക്കിംഗ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു മോഡലിനെ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ ബ്രേക്കിംഗ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. മോശമായിട്ട് എനിക്കൊന്നും തോന്നിയില്ല ബ്രേക്കിങ്ങിൻ്റെ ഭാഗത്ത്. പിന്നെ ടയറിൻ്റെ പോർഷനിലോട്ട് നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ നൽകിയിട്ടുള്ള നമുക്ക് 8900 ആണ്. 17 ഇഞ്ചിൻ്റെ ടയേഴ്സ് കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടിൽ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ റയർ പോർഷനിലോട്ട് നോക്കുവാണെങ്കിൽ ടയറിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് സിയറിൻ്റെ ടയേഴ്സ് കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം മോശമല്ലാത്തൊരു ഗ്രിപ്പിംഗ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. പിന്നെ ഓക്കെ, ഇനി സസ്പെൻഷൻ്റെ ഭാഗത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ നൽകിയിട്ടുള്ള ടെലസ്കോപ്പിക് സസ്പെൻഷനാണ്. സോ അത്യാവശ്യം നല്ല രീതിയിൽ ഈ സസ്പെൻഷൻ കാര്യങ്ങൾ എടുത്തു പോകുന്നുണ്ട്. അപ്പം നല്ല കട്ടുള്ള റോട്ടിൽ കൂടെ ഞാൻ ഓടിച്ചപ്പോഴേക്കും സസ്പെൻഷൻ നല്ല നീറ്റായിട്ട് തന്നെ എടുത്തു പോകുന്നുണ്ട്. യാതൊരുവിധ ഇറിറ്റേഷനോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം നല്ലൊരു കട്ടറുള്ള ലോക്കൽ റോഡുകളിൽ ഓടിച്ചപ്പോൾ പോലും സസ്പെൻഷൻ നല്ല രീതിയിൽ തന്നെ വേവിങ് ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ പോകുന്നുണ്ട്. എന്നുവെച്ചാൽ ഹാൻഡിൽ പോർഷനിലോട്ട് കാര്യങ്ങളൊന്നും നമുക്ക് യാതൊരുവിധ അടിയോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ആ രീതിയിൽ തന്നെ ഹാൻഡിൽ പോർഷനിലേക്ക് അടി കിട്ടാത്ത രീതിയിൽ സസ്പെൻഷൻ പെർഫോം ചെയ്യുന്നുണ്ട്. ടയർ സസ്പെൻഷൻ ആണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പെർഫോമൻസ് കാര്യങ്ങൾ നൽകുന്നുണ്ട് കേട്ടോ. എനിക്ക് അത്രത്തോളം ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള അടി കാര്യങ്ങളൊന്നും തോന്നിയില്ല. അതുപോലെ തന്നെ ഇത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള നൈട്രോക്സ് സസ്പെൻഷൻ കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത് കേട്ടോ. സോ ഓവറോൾ സസ്പെൻഷൻ്റെ പോർഷനിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നീറ്റായിട്ടുള്ള രീതിയിലുള്ള സസ്പെൻഷൻ കാര്യങ്ങൾ നൽകുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇതിൻ്റെ എക്സോസ്റ്റിനോട്ടൊന്ന് ഞാൻ കേൾപ്പിച്ച് തരാം. ഓക്കെ,
ഓക്കെ, ഇനി എൻജിൻ പോസ്റ്റിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ദേ ഒരു അണ്ടർ ബില്ല് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് കേട്ടോ. ബ്ലാക്ക് ആൻഡ് റെഡ് ആ കോമ്പിനേഷൻ തന്നെയാണ്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള അണ്ടർ ബില്ല് കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഫൈബർ പീസ് ആണ്, ബട്ട് ക്വാളിറ്റി കാര്യങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ട്. ആ ഒരു ഷേക്കിങ് കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ എൻജിൻ പോസ്റ്റിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മോഡൽ 124.4 cc 4 സ്ട്രോക്ക് 2 വാൾവ് ട്വിൻ സ്പാർക്ക് എഞ്ചിനാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. അത്യാവശ്യം റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിൻ കൂടിയാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. ഇനി പെർഫോമൻസിൻ്റെ ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം പവർ ഔട്ട്പുട്ട് വരുന്ന 11.8 PS അറ്റ് 8500 RPM, ടോർക്ക് വരുന്ന 10.8 Nm ടോർക്ക് അറ്റ് 6500 RPM ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് കാര്യങ്ങൾ ഈ ഒരു മോഡലിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ലോ ആൻഡ് മിഡ് റേഞ്ച് പെർഫോമൻസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല സാറ്റിസ്ഫൈങ് ആയ രീതിയിലാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ലോ ആൻഡ് ടോർക്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഈ വണ്ടിയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. എന്നുവെച്ചാൽ മാറൊക്കെ പവർ കാര്യങ്ങളൊന്നും ഈ മോഡൽ എക്സ്പെക്ട് ചെയ്യേണ്ട. നിങ്ങളൊരു 125 cc ആണ് യൂസ് ചെയ്യുന്നത്. സോ അതിന് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ളൊരു ഇനീഷ്യൽ ടോർക്കും മിഡ് റേഞ്ച് ടോർക്കും കാര്യങ്ങളും എല്ലാം ഈ ഒരു മോഡലിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു നമ്മൾ ആ ഇനീഷ്യൽ ടോർക്കിൽ നിന്ന് ലാഗ് അടുപ്പിച്ച് വലിച്ചെടുക്കുമ്പോഴൊന്നും വണ്ടിയുടെ പോർഷനിൽ നിന്ന് യാതൊരു വൈബ്രേഷൻ കാര്യങ്ങളൊന്നും നിലവിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഫുഡ് പാക്കിലാണെങ്കിലും ഹാൻഡിൽ പോസ്റ്റിലാണെങ്കിലും വൈബ്രേഷൻ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തില്ല. അത്യാവശ്യം നല്ല ആ ഒരു ഒഴുക്കൻ മട്ടിൽ തന്നെയാണ് വണ്ടി കയറി പോകുന്നത്. സോ ആ ഒരു റിഫൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ വണ്ടിയുടെ ഭാഗത്ത് കിട്ടുന്നുണ്ട് കേട്ടോ. ഇൻ കേസ് ഇനി യൂസ് ടു ആയി കഴിയുമ്പോൾ എത്രത്തോളം ഒരു ഡിഫറൻസ് കാര്യങ്ങൾ വരുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഈവൻ നിങ്ങൾ യൂസേഴ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ എനിക്ക് ആ ഒരു റിഫൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല സാറ്റിസ്ഫൈ ആണ്. അതുപോലെ തന്നെ പെർഫോമൻസ് കാര്യങ്ങളാണെങ്കിലും ഓക്കെയാണ്. നല്ല നീറ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെ കിട്ടുന്നുണ്ട് വണ്ടി പറഞ്ഞത്. ഓക്കെ, ഇനി ഗിയറിൻ്റെ പോർഷനിലോട്ട് നോക്കുകയാണെങ്കിൽ 5 സ്പീഡ് ഗിയർ ബോക്സ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. ആ ഒരു സിംഗിൾ പീസ് ലിവർ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഗിയർ ലിവർ കാര്യങ്ങൾ നൽകിയിട്ടുള്ളത് നമുക്ക് ആ ഒരു പഴയ ടൈപ്പ് നമുക്ക് ആ ഒരു ഡ്യുവലായിട്ടുള്ള രീതിയിലുള്ള ഗിയർ ഷിഫ്റ്റിംഗ് ലിവേഴ്സ് കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റും കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല ആക്യുറേറ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത്. നമുക്ക് ഫോഴ്സ് നോട്ടർ കാര്യങ്ങളൊന്നും ഈ ഒരു മോഡലിലേക്ക് കിട്ടിയില്ല കേട്ടോ. അത്യാവശ്യം നല്ല കറക്റ്റായിട്ട് തന്നെ ഫസ്റ്റ് ടു സെക്കൻഡ് തേർഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വീഴുന്നുണ്ട്. പിന്നെ ചെയിൻ്റെ പോർഷനിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്തൊരു ചെയിൻ കവറിങ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഓപ്പൺ ചെയിൻ കാര്യങ്ങളൊന്നും അല്ല ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡസ്റ്റ് കാര്യങ്ങൾ അത്രത്തോളം പിടിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. സോ കുറച്ചുകൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ചെയിൻ ലൈഫ് കാര്യങ്ങളൊക്കെ ചെയിൻ സ്പ്രോക്കറിൻ്റെ ലൈഫ് കാര്യങ്ങൾ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ലൈറ്റായിട്ടുള്ള രീതിയിലാണ്. എന്നാൽ ഓക്കെ, ഇനി ഇപ്പോൾ ടാങ്ക് പോസ്റ്റിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മോഡലിലെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 11.5 liters ആണ് ടാങ്ക് കപ്പാസിറ്റി ആയിട്ട് വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് അറൗണ്ട് ഒരു 165 mm ആണ് എൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങൾ വരുന്നത്. സോ അത്രയ്ക്കൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ ഓഫ് റോഡ് കാര്യങ്ങൾ വലിച്ച് കയറ്റാൻ പോകുന്ന വണ്ടിയല്ല. അതുകൊണ്ട് തന്നെ ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങൾ ഈ ഒരു മോഡലിൽ നൽകിയിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ വെയിറ്റ് വരുന്നത് 142 kg നമുക്ക് വരുന്നത്. സ്പ്ലിറ്റ് സീറ്റ് മോഡലിലാണ് നമുക്ക് 142 kg വരുന്നത്. സിംഗിൾ സീറ്റുള്ള മോഡലിൽ വരുന്നത് 140 kg. അറൗണ്ട് ഒരു 2 കിലോയുടെ വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉള്ളൂ ഈ രണ്ട് മോഡലിലും നമുക്ക് വരുന്നത്. പിന്നെ വണ്ടി അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. 140 kg വണ്ടിയുടെ വെയിറ്റ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം അത്രയ്ക്ക് ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിലിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു ഷോർട്ടായിട്ടുള്ളൊരു പേഴ്സണാണ്, അത്ര ഹൈറ്റിങ് കാര്യങ്ങളൊന്നും ഇല്ല, ഇച്ചിരി സ്കൈറ്റനാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് യാതൊരു ഇഷ്യൂ ഇല്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു വണ്ടി ഹാൻഡിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മോഡൽ റയർ പോർഷനിലായിട്ട് നമുക്കൊരു മഡ് ഫ്ലാപ്പ് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് കേട്ടോ. പറയാൻ ഒരു മഡ് ഫ്ലാപ്പ് എന്ന രീതിയിലാണ് എൻ്റെ ക്വാളിറ്റി ആയിരുന്നാൽ നമ്മളിപ്പോൾ തട്ടുമ്പോൾ തന്നെ കിടന്ന് ആടുന്ന ആ ഒരു അത്രയ്ക്ക് ഒരു ലൈറ്റായിട്ടുള്ളൊരു ക്വാളിറ്റി കാര്യങ്ങളാണ് ഈ മോഡൽ നൽകിയിട്ടുള്ളത്. അത്ര സ്റ്റിഫായിട്ട് രീതിയിൽ നിൽക്കുന്നില്ല. ഇപ്പം ഞാൻ കണ്ടുള്ള റോഡിൽ കൂടെ ഓടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു അടിപ്പ് സൗണ്ട് കിട്ടിയത് ഈ ഒരു പോർഷനിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അത് അടിക്കണ ഒരു ഇപ്പോൾ സൗണ്ട് കാര്യങ്ങൾ ഞാൻ എവിടെ നിന്നാണ് നോക്കിയായിരുന്നു. അപ്പോൾ അത് ചെറുതായിട്ടൊരു അടിക്കുന്ന ഒരു ചെറിയൊരു സൗണ്ട് കാര്യങ്ങൾ എനിക്ക് കണ്ടിട്ടുള്ള റോഡിൽ കൂടെ പോയപ്പോൾ കിട്ടിയായിരുന്നു. സോ അത്രയ്ക്കൊരു ക്വാളിറ്റി കാര്യങ്ങളുള്ളൂ. ചെളി പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു യൂസ് കാര്യങ്ങൾ. സോ വലിയ കാര്യമായിട്ട് കൂട്ടേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി സീറ്റിങ്ങിൻ്റെ പോർഷനിലോട്ട് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ സിംഗിൾ സീറ്റ് വരുന്നൊരു മോഡലാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ സ്പ്ലിറ്റ് സീറ്റ് വരുന്നൊരു വേരിയൻറ്റ് കാര്യങ്ങളുണ്ട്. അപ്പോൾ പ്രൈസ് കാര്യങ്ങൾ കുറച്ച് ഡിഫറൻസ് കാര്യങ്ങൾ വരുന്നുണ്ട് ആ ഒരു മോഡൽ. അതിൻ്റെ ഇപ്പോൾ ഗ്രാബ് റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് സ്പ്ലിറ്റഡ് രീതിയിലാണ് വരുന്നത്. ഇത് സിംഗിൾ പീസ് ആയിട്ടുള്ള ഒരു ഗ്രാബ് റെയിൽ കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സീറ്റിൻ്റെ പോർഷനിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മോഡലിൽ അത്യാവശ്യം നല്ല കുഷനോടുള്ള സീറ്റാണ്. എന്നാൽ അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ളൊരു സീറ്റും കാര്യങ്ങളൊന്നുമല്ല. ഒരു പൊടിക്ക് സ്റ്റിഫായിട്ട് രീതിയിലാണ്. എന്ന് വെച്ചാൽ അത്ര ഇറിറ്റേഷനൊന്നുമില്ല. അത്യാവശ്യം നല്ല ഗ്രിപ്പിംഗ് ഉള്ള ഒരു മെറ്റീരിയൽ കാര്യങ്ങളാണ് കേട്ടോ സീറ്റ് കവറായിട്ട് നൽകിയിട്ടുള്ളത്. അപ്പോസറി കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. സോ റൈഡർ സീറ്റ് ആണെങ്കിലും ഒരു മീഡിയം ലെവൽ കുഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു സീറ്റിന് വരുന്നുണ്ട്. പില്ലിയൻ സീറ്റ് ആണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു കുഷനോടുകൂടി തന്നെയാണ് വരുന്നത്. സോ ഒരു ട്രാവലിംഗ് കാര്യങ്ങളിലൊന്നും യാതൊരു ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു സീറ്റിൻ്റെ പോർഷനിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് തന്നെ ട്രാവൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ബട്ട് നമ്മൾ ലോങ് ട്രാവലിംഗ് കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിയിൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല.
ഇനി വണ്ടി കയറി ഇരുന്ന് നോക്കുവാണെങ്കിൽ സീറ്റ് ഹൈറ്റ് കാര്യങ്ങൾ നോക്കുമ്പോഴത്തേ ഈ ഒരു രീതിയിലാണ് നമുക്ക് പ്ലാനറ്റ് ഫോട്ടോ കാര്യങ്ങൾ കിട്ടുന്നത്. ഇപ്പോൾ ഫ്രണ്ട് വ്യൂ കാര്യങ്ങളൊക്കെ നമുക്കിത് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഫ്രണ്ട് വ്യൂ വരുന്നത്. പിന്നെ നമ്മൾ സീറ്റ് ഹൈറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്ലാനറ്റ് ഫോട്ടോ കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഹൈറ്റ് വെച്ച് 162 സെൻറ്റിമീറ്ററാണ്. സോ ആ ഒരു ഹൈറ്റ് വെച്ച് എനിക്ക് ഈസി ആയിട്ട് ഈ വണ്ടി ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഫ്രണ്ട് പോർഷനിലോട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു മോഡലിൽ മീറ്റർ കൺസോൾ കാര്യങ്ങൾ നൽകിയിട്ടുള്ള ഫുള്ളി ഡിജിറ്റൽ മീറ്റർ കൺസോൾ കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ സ്വിച്ചസ് കാര്യങ്ങളാണെങ്കിലും ചെറിയ ചേഞ്ചസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ സ്വിച്ചസിൻ്റെ ഭാഗത്തോട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിൽ നൽകിയിട്ടുള്ള ഒരു എഞ്ചിൻ കിൽ സ്വിച്ച് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതുപോലെ ഇഗ്നീഷൻ കാര്യങ്ങൾ. പിന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയാണ് ഇതിൻ്റെ ഡിമ്മ് ബ്രൈറ്റ് പാസ്. ഈ മൂന്നും നമുക്ക് ഈ ഒരു പോർഷനിലാണ് നൽകിയിട്ടുള്ളത്, ഡിമ്മ് ബ്രൈറ്റ് കൺട്രോൾ ചെയ്യാനും പാസ് അടിക്കാനും. പിന്നെ ഇവിടെയായിട്ടാണ് നമുക്ക് ഇതിൻ്റെ മീറ്റർ സെറ്റിങ്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന മീറ്റർ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു സ്വിച്ച് ബേസിലേക്കാണ് കേട്ടോ. അത് നമുക്ക് എഞ്ചിൻ കിൽ സ്വിച്ച് ഓൺ ആക്കിയാൽ മാത്രമാണ് ഇത് കൺട്രോളും കാര്യങ്ങളും ചേഞ്ച് ആവുള്ളൂ. പിന്നെ ആസ് യൂഷ്വൽ ഇൻഡിക്കേറ്റർ, ഫോൺ, ഇത്ര ബേസിക് സ്വിച്ചസ് കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. മെയിൻലി ചേഞ്ച് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൺട്രോൾ സ്വിച്ചും അതുപോലെ തന്നെ ഈ ഒരു പാസ് സ്വിച്ചും എല്ലാം നമുക്ക് ഒറ്റ സ്വിച്ചായിട്ട് കയറ്റി കൊടുത്തുള്ളൂ. സോ അതാണ് മെയിൻ ആയിട്ടുള്ള ചേഞ്ച് കാര്യങ്ങൾ. ഓക്കെ, മീറ്ററിൻ്റെ ഭാഗത്തോട്ട് ഞാൻ വരികയാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഫുള്ളി ഡിജിറ്റൽ മീറ്റർ കൺസോൾ കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഫ്യൂവൽ ഇൻഡിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണിക്കുന്നതാണ്. ഫ്യൂവലിൻ്റെ വാണിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാ വാണിങ്സ് കാര്യങ്ങളും നമുക്ക് ഈ ഒരു പോർഷനിലായിട്ടാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ സ്പീഡോമീറ്റർ കാര്യങ്ങൾ, പിന്നെ ട്രിപ്പ് ബി, ട്രിപ്പ് 1, ട്രിപ്പ് 2 കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണിക്കുന്നതാണ്. അതുപോലെ ഓഡോമീറ്റർ കാര്യങ്ങൾ നമ്മൾ തൊട്ട് മേളിൽ, സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ തൊട്ട് മേളിലായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ടൈം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടുണ്ട്, ടോപ്പ് പോർഷനിൽ തന്നെ. പിന്നെ ടാക്കോമീറ്റർ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പോർഷനിലാണ് നൽകുന്നത്. ജസ്റ്റ് ഞാൻ വണ്ടി സ്റ്റാർട്ട് ആക്കി കാണിച്ചു തരാം. ഈ ഒരു പോർഷനിലായിട്ടാണ് നമുക്ക് RPM മീറ്റർ കാര്യങ്ങൾ, ടാക്കോമീറ്റർ കാര്യങ്ങൾ നൽകുന്നത്. ഫ്യൂവൽ ഇൻഡിക്കേഷൻ, ഫ്യൂവൽ ഗേജ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പോർഷനിലായിട്ടാണ് നൽകിയിട്ടുള്ളത്. സോ അത്രയൊക്കെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെ മീറ്റർ വിസിബിലിറ്റി കാര്യങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡേ ലൈറ്റ് കാര്യങ്ങളിൽ എനിക്ക് മീറ്റർ വിസിബിലിറ്റി വളരെ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കുറച്ചുകൂടിയും ബ്രൈറ്റ്നസ് കാര്യങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ ബെറ്റർ. പക്ഷേ നമുക്ക് ഇപ്പോൾ നോക്കാൻ നേരത്ത് മീറ്റർ വിസിബിലിറ്റി കാര്യങ്ങൾ അത്രത്തോളം എനിക്ക് ഫീൽ ചെയ്തില്ല. കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് കാര്യങ്ങളാണെങ്കിൽ ഇറ്റ്സ് വിസിബിൾ, ബട്ട് ഡേ ലൈറ്റിൽ കാര്യങ്ങളിൽ കുറച്ച് വിസിബിലിറ്റി എനിക്ക് കുറവായിട്ട് തോന്നുന്നു. ഹാൻഡിൽ ബാറിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ഹാൻഡിൽ ബാർസ് കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. സോ അത് അത്യാവശ്യം നല്ലൊരു ഫ്രണ്ട് ലുക്ക് കാര്യങ്ങൾ നൽകുന്നുണ്ട്. സിംഗിൾ പീസ് ഹാൻഡിൽ ബാറിനേക്കാളും കുറച്ചുകൂടി ലുക്ക് കാര്യങ്ങൾ നമുക്ക് ആ ഒരു സ്പ്ലിറ്റ് ഹാൻഡിൽ ബാറിന് കാര്യങ്ങൾ നൽകാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്കിതിനകത്ത് ലേഡീസ് ഫുഡ് ടെസ്റ്റ് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് കേട്ടോ. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ ഇപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ കയറി ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ബാക്ക് ഫുഡ് ടെസ്റ്റ് കാര്യങ്ങൾ ഈ ഒരു പോർഷനിലാണ് നമുക്ക് ബാക്ക് ഫുഡ് ടെസ്റ്റ് കാര്യങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രാബ് റെയിൽ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം പിടിക്കണമെന്നല്ല, ഇങ്ങനെ കൈ പിടിച്ചാലാണ് പിടിക്കാൻ പറ്റുന്നത്. ഓക്കെ, അല്ലാതെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പിടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. കാരണം ഇവിടെ നിന്നാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. ഇങ്ങനെ പിടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല, ഇങ്ങനെ ഒന്ന് പിടിക്കണം. അതാണ് എൻ്റെ ഒരു വേറൊരു ഡിസഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയത്. ഈ ഒരു വ്യക്തി പിടിക്കുമ്പോൾ ഇവിടെ പിടിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു ബാക്ക് പോർഷൻ ഇവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ പിടിക്കാനുള്ള സ്റ്റാർട്ടിങ് വരുന്നത്. പക്ഷേ ഈ ഒരു പോർഷനിൽ നിങ്ങൾക്ക് പിടിക്കാൻ കംഫർട്ടബിൾ ആയിരിക്കില്ല. ഈ ഒരു എഡ്ജ് നമ്മുടെ കൈ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു പോർഷനൊക്കെ ഓക്കെയാണ്, പക്ഷെ ജസ്റ്റ് മെറ്റൽ ഇങ്ങനെയാണ്. ബട്ട് അതത്ര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗ്രാബ് റെയിൽ കാര്യങ്ങളല്ല. സോ അത് ജസ്റ്റ് ഒരു സ്റ്റൈലായിട്ട് വേണമെങ്കിൽ ഇരിക്കാമെന്നുള്ളൂ. അതർവൈസ് എനിക്കത് യൂസ്ഫുൾ ആയിട്ട് പിന്നെ അത്രത്തോളം കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ആ ഒരു ഗ്രാബ് റെയിൽ കാര്യങ്ങൾ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഓക്കെ, ഇനി ഇതിനകത്ത് ഞാൻ മറ്റൊരു സാധനം കാണിച്ചു തരാം. ഈ ഒരു പോർഷനിലായിട്ട് നമുക്കൊരു USB ചാർജിങ് പോർട്ട് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് കേട്ടോ. ആവശ്യമുള്ളപ്പോൾ ഓപ്പൺ ആവില്ല. ഒറ്റ മിനിറ്റ്, ബ്ലൂട്ടാനാണ്. ഓക്കെ, ഇവിടെയാണ് നമുക്ക് നൽകിയിട്ടുള്ളൊരു USB ചാർജ് പോർട്ട് കാര്യങ്ങൾ. അത് അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ട് ഈ പോർഷനിൽ തന്നെയാണ് നൽകിയത്. കാരണം അവിടെ നിന്ന് നമുക്കൊരു ഈ ഒരു പോർഷനിൽ നമുക്കൊരു മൊബൈൽ ഫോണിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എളുപ്പമാണ്. ഒത്തിരി ലെങ്ത് ഉള്ളൊരു കേബിൾ കാര്യങ്ങൾ വേണ്ടി വരില്ല നിങ്ങൾക്ക് അത് കണക്റ്റിങ് കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് മൊബൈൽ ചാർജിങ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം നിങ്ങളൊരു ഡെയിലി കമ്പ്യൂട്ടറായിട്ട് യൂസ് ചെയ്യുകയാണ്, ഈവൻ ഒരു ഡെലിവറി അല്ലെങ്കിൽ ഒരു ഫീൽഡ് വർക്ക് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൊബൈൽ ചാർജിങ് കാര്യമായിട്ട് അത് യൂസ്ഫുൾ ആയിട്ട് തന്നെയാണ് പ്ലേസും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഓക്കെ, ഈ മോഡലിൻ്റെ പ്രൈസും കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഒരു കാർബൺ ഫൈബർ എഡിഷൻ വരുന്നത് നമുക്ക് ഓൺ റോഡ് 1,23,000 നമുക്ക് ഈ ഒരു മോഡലിൻ്റെ ഓൺ റോഡ് പ്രൈസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ തന്നെ നമുക്ക് സ്പ്ലിറ്റ് സീറ്റ് വേരിയൻറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ സിംഗിൾ സീറ്റ് വേരിയൻ്റാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിൻ്റെ സ്പ്ലിറ്റ് സീറ്റ് വേരിയൻറ്റ് കാര്യങ്ങൾ വരുമ്പോൾ നമുക്കൊരു 1,30,000 അടുത്താണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് കാര്യങ്ങളൊക്കെ വരുന്നത്.
അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ തന്നെ ന്യൂ എഡിഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു എഡിഷൻ വരുന്നത് 1,12,000 അടുത്താണ് അതിൻ്റെ ഓണർ പ്രൈസ് കാര്യങ്ങളായിരിക്കും വരുന്നത്. സോ ഒരു ഡിഫറൻസ് കാര്യങ്ങളിൽ എൻ്റർലി വരുന്നുണ്ട് ആ ഒരു മോഡൽ ചേഞ്ച് അനുസരിച്ച് തന്നെ. അപ്പോൾ ഈ ഒരു മോഡലിൽ നമുക്ക് ഇറക്കുവാൻ വേണ്ട മിനിമം ഡൗൺ പേയ്മെൻറ്റ് കാര്യങ്ങൾ വരുന്നത് 7,999 രൂപയാണ് നമുക്ക് മിനിമം ഡൗൺ പേയ്മെൻറ്റ് കാര്യങ്ങൾ വരുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പം നിലവിൽ സ്പെഷ്യലായിട്ടുള്ള ഓഫേഴ്സ് കാര്യങ്ങളുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 5 ഇയർ വാറൻറ്റിയാണ് നിലവിൽ കമ്പനി കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ അഡീഷണൽ ഒരു 1 ഇയർ വാറൻറ്റി കൂടി ഈ ഒരു ഡീലേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു ഷോറൂം കാര്യങ്ങൾ പറഞ്ഞത് അവർ ഒരു 1 ഇയർ അഡീഷണൽ വാറൻറ്റി കൂടി കസ്റ്റമറിന് നൽകുന്നുണ്ട്. സോ 5+1 ആയിട്ടുള്ള ഇതിൽ 6 ഇയർ വാറൻറ്റിയാണ് നിങ്ങൾക്ക് വണ്ടിയിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ നോർമൽ അക്സസറീസ് കാര്യങ്ങളെല്ലാം ഈ ഒരു ഓഫറിനൊപ്പം ഇൻക്ലൂഡ് ആയിട്ട് അവർ ഫ്രീ ആയിട്ട് നൽകുന്നതാണ് അറിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഫിനാൻസ് അതുപോലെ തന്നെ ഈ ഒരു വണ്ടി എടുക്കാൻ കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ അവരുടെ നമ്പർ കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ സ്ക്രീനിൽ നൽകിയേക്കാം. നമുക്ക് അവർ കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അവർ നിങ്ങളോട് ഇൻഫോം ചെയ്യുന്നതായിരിക്കും. പിന്നെ എനിക്ക് ഈ ഒരു മോഡലിൽ ഒരു നെഗറ്റീവ് കാര്യങ്ങളോട് തോന്നിയത് നമ്മൾ കണ്ടുവരുന്ന ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആ ഒരു ഓൾഡ് ഡിസൈൻ തന്നെ നമ്മൾ നോക്കണമല്ലോ എന്നത് മാത്രമാണ് എനിക്കൊരു ചെറിയൊരു കൺസേൺ ആയിട്ട് തോന്നിയിട്ടുള്ളൂ. അതർവൈസ് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആ ഒരു ഇഷ്ട കാര്യങ്ങൾ വെച്ച് തന്നെയാണ് നമ്മൾ വണ്ടി ചൂസ് ചെയ്യുന്നത്. സോ മസ്റ്റായിട്ട് നിങ്ങളൊരു 120 cc നോക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയും കൺസിഡർ ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങൾ നോക്കുക. ഒരു ഹെവിയസ് കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുനിന്ന് ഇല്ല. കുറച്ചുകൂടി സിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് ബമ്പർ ടു ബമ്പർ ട്രാഫിക് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു മോഡൽ ഹാൻഡ്ലിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഡെയിലി കമ്പ്യൂട്ടറായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിലും നല്ലൊരു മൈലേജ് കാര്യമുണ്ട്. അറൗണ്ട് ഒരു 50 to 60 ആ റേഞ്ചിലാണ് നമുക്ക് ഈ ഒരു മൈലേജ് കാര്യങ്ങൾ ഈ ഒരു മോഡലിൽ കിട്ടുന്നത്. സോ ഒരു ഡീസൻറ്റ് മൈലേജ് കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ ഒരു ഫീൽഡ് വർക്ക് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും പെർഫോമൻസ് വൈസ് ആണെങ്കിലും മൈലേജ് വൈസ് ആണെങ്കിലും നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ആവുന്ന രീതിയിലുള്ള മോഡൽ തന്നെയാണ്. സോ കുറച്ച് പേർക്കെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ട് തോന്നുന്നത് ആ ഒരു അപ്ഡേറ്റഡ് ആയിട്ട് ഡിസൈൻ കാര്യങ്ങൾ വന്നില്ല എന്നുള്ളതായിരിക്കാം മേ ബി. എനിവേ ആ ഒരു കേസ് മാത്രമാണ് എനിക്കൊരു നെഗറ്റീവ് കാര്യങ്ങളായിട്ട് തോന്നിയിട്ടുള്ളൂ. നിങ്ങളൊരു പൾസർ ലവറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡിസൈൻ കാര്യങ്ങളൊക്കെ നോക്കിയാണെന്നുണ്ടെങ്കിൽ ഒരു 120 cc അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള മൈലേജും പെർഫോമൻസ് കാര്യങ്ങൾ നൽകുന്ന ഒരു മോഡലാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു മോഡലിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. അതൊക്കെ ഡൗട്ട് കാര്യമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.